വന്നിട്ട് അവനെ കണ്ടപ്പാടന്നെ എനക്കാണ് ആകപ്പാട് വേറ ആടെ ഒറ്റക്കല്ലേ ഞാനുള്ളത്. എന്നെല്ലാരും നോക്കുന്നുണ്ടാവോ ചുറ്റും. കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു കള്ളത്തരം ഉണ്ടാവില്ലേ ഗൈസ്, അതാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ ആടെ ആകെ പേടിച്ച് വിറച്ച്. അപ്പൊ ശ്രീ വന്ന് എന്നിട്ട് ഞാൻ ശ്രീനെ കണ്ടപ്പോഴേ കരഞ്ഞു. എന്നിട്ട് ഞാൻ ശ്രീനോട് സംഭവം പറഞ്ഞു, ഞാനിങ്ങനെ വന്ന് എനിക്ക് എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ. അപ്പൊ അവൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, എന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്ക്. ഹലോ ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ തീരെ ഡിസ്കസ് ചെയ്യാത്ത, തീരെ ചർച്ച ചെയ്യാത്ത ഒരു വീഡിയോ ആണ്. ദാറ്റ് ഈസ് ഒളിച്ചോട്ടം. എനിക്ക് എന്താ അറിയില്ല, ഒളിച്ചോട്ടം വീഡിയോനെ കുറിച്ച് സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ താല്പര്യമില്ല. രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, ഒളിച്ചോടുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ്. അതിൽ കയറി പറയാനുള്ള റൈറ്റ് ആർക്കില്ല, എനിക്കില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അവരുടെ റിലേഷൻഷിപ്പിൽ വീട്ടുകാരുടെ ഒരു സമ്മതമില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പെർട്ടിക്കുലർ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒളിച്ചോടിയിട്ടുണ്ടാവുക. ഇപ്പം വീട്ടുകാരുടെ ഭാഗത്തും എന്തോ ഒരു ശരി ഉണ്ടാവും, ഇവരുടെ ഭാഗത്തും എന്തോ ഒരു ശരി ഉണ്ടാവും. പക്ഷേ 99% എല്ലാ ശരികളും വീട്ടുകാരുടെ സൈഡിലോട്ടാണ് പോവുക. പക്ഷേ അതിനെ പറ്റിയും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയലില്ല. കാരണം എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇത് ശരിയാണെന്ന് തോന്നുമ്പം ചിലപ്പം എനിക്ക് എന്തോ ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ തീരെ ഇഷ്ടമല്ല. റീസെൻ്റ്ലി ഒരുപാട് ചെറിയ മക്കളുടെ ഒളിച്ചോട്ട കഥകൾ അല്ലെങ്കിൽ ഒളിച്ചോട്ട വീഡിയോകൾ ഭയങ്കര വൈറലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണോ എനിക്കറിയില്ല, മസ്റ്റ് വിത്ത് മസ്താനി എന്നോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്. ഐ തിങ്ക് അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, മസ്താനി എന്ന് പറയുന്ന ആങ്കറിന്. അതിലൊരുപാട് കുട്ടികളെ കൊണ്ടുപോയി ഇരുത്തി ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. മസ്താനെ കുറച്ച് സ്ട്രോങ് ആയി ചോദിക്കുന്നതും കുറച്ച് കളിയാക്കി ചോദിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നി, എന്തിനപ്പോൾ ചോദിക്കുന്നത്, അവരുടെ ജീവിതം അവരൊരു തീരുമാനം എടുത്തു, നമ്മളെത്ര പറഞ്ഞുകൊണ്ട് മാറുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവർ ആ പിള്ളേർ പറയുന്ന ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ എന്ത് മണ്ടത്തര എന്നൊരു പേഴ്സ്പെക്റ്റീവ് എനിക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരു +2 എക്സാമിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ പിന്നെന്താണ് പെട്ടെന്ന് കാണണമെന്ന് തോന്നി വിളിച്ചിറങ്ങിപ്പോയി നേരെ ഒളിച്ചോടിക്കുന്ന കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ പരിപാടിക്ക് നിൽക്കല്ലോ, ഒളിച്ചോടണം. പക്ഷേ റീസെൻ്റ്ലി ആണ് ഞാൻ ഒരാളുടെ വീഡിയോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു 9-10 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. 9-10 ദിവസം മുമ്പുള്ള വീഡിയോ ആണ്. അധികം പേരൊന്നും ഞാനിത് റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. ആകെ 1-2 ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്തുള്ളൂ, അതും എത്രയോ ദിവസം മുമ്പ് എങ്ങനെ. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പം ഐ വാസ് വെരി ഹാപ്പി. പൊതുവെ ഒളിച്ചോടിയിട്ടുള്ള കുട്ടികൾ ഒളിച്ചോട്ടത്തെ ഭയങ്കര അടിപൊളിയൊക്കെയായി പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പിള്ളേരുടെ കാര്യമാണ് പറയുന്നത്, അമ്മേൻ്റെയും അച്ഛൻ്റെയും പ്രായമുള്ള ആൾക്കാരുടെ കാര്യമല്ല. അത് കഴിഞ്ഞ് ഒരു 2-3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5-6 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഡിവോഴ്സ്ഡ് എന്ന് പറയുന്നൊരു ന്യൂസ് കാണും. ഇപ്പോൾ ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ കല്ലുമാലക്കാതിൽ കല്ലില്ലേലും പെണ്ണാളെ എന്ന് പറഞ്ഞ ഈ കാറ്റഗറി ഓഫ് ടീംസൊക്കെ ഇവരുടെ എന്താ കാരണം ചോദിക്കുമ്പോൾ ഇവരൊരു കാരണമായിട്ട് പറയൂല, അതവിടെ അങ്ങ് തീർന്നു. പക്ഷെ വളരെ ഭംഗിയിൽ ഈ പെർട്ടിക്കുലർ കുട്ടി അവരുടെ ഒളിച്ചോട്ട കഥയും അത് ശരിയാണോ തെറ്റല്ലയോ എന്ന രീതിയിലൊക്കെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ വീഡിയോ കാണുന്നതിൽ കുട്ടികളില്ല, എന്നാലും ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിലോട്ട് വേണം എന്ന് കരുതി എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. യൂഷ്വൽ ഒളിച്ചോട്ടം കഥയിലുണ്ടാവുന്ന പ്ലോട്ടുകളും തീമുകളൊക്കെയാണ് ഈ സ്റ്റോറിയിലുള്ളത്. ഇത്രയല്ലോ, അശ്വതി ശ്രീ എന്ന് പറയുന്ന ആളുമായിട്ട് പ്രണയത്തിലാവുന്നു. പ്രണയിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ വീട്ടിൽ പിടിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് റെസ്ട്രിക്ഷൻ വരുന്നു. ലാസ്റ്റ് വീട്ടുകാർ ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നു. പിന്നെയാണ് ഇവരുടെ ഇടയിൽ ഈ കച്ചറ, തല്ലുപിടി, അറിയാലോ റിലേഷൻഷിപ്പിന്, ഇത് വീട്ടുകാർ ശ്രദ്ധിച്ചു. അപ്പോൾ വീട്ടുകാർക്ക് റാൻഡംലി മനസ്സിലായി ഇതിപ്പോൾ കെട്ടിച്ച് കൊടുത്തിട്ട് കാര്യമല്ല, കാരണം കെട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ തല്ലും വഴക്കൊക്കെ ആവുമെന്ന് മനസ്സിലായി. അവർ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പ് ഫ്രണ്ടോട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ ഈ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്യലൊരു പെൺകുട്ടീനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവർക്ക് ഫോൺ കിട്ടുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ഒന്നിനുള്ള ഒരു എന്താ പറയുക ഒരു പെർമിഷൻ ഇല്ല. അങ്ങനെ ഇവളൊരു ദിവസം ഇവനെ കാണാൻ പോകുന്ന വഴി എന്ന് വെച്ചാൽ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി പോകുന്ന വഴിയാണ് ഇവർ കല്യാണം കഴിക്കുന്നത്. സോ നമുക്ക് ആദ്യം വീഡിയോ എന്താന്നുള്ളതൊന്ന് കാണാം. എക്സാം എഴുതാണ്ട്, അതായത് എന്റെ പബ്ലിക് എക്സാം എഴുതാണ്ട് ഞാൻ സ്ത്രീനെ കാണാൻ കണ്ണൂരേക്ക് കെട്ടി പുറപ്പെട്ടു പോയി ഗൈസ്. സ്ത്രീക്ക് അറിയുന്നതും കൂടി ഉണ്ടായിട്ടില്ല ഞാൻ വരുന്ന കാര്യം. ഞാൻ കണ്ണൂര് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ബസ് ഇതാണ്, ശ്രീ എക്സാം. അതിൻ്റെ ഇടയിൽ എന്റെ വീട്ടുകാർ എക്സാം എഴുതിയിട്ടെങ്കിൽ എന്താവും, കോളേജിൽ നിന്ന് സാറ് വീട്ടിലേക്ക് വിളിക്കുവോ, അങ്ങനെ എന്തെല്ലോ ടെൻഷൻ. ബസ്സിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമില്ല അതുപോലെയാണ് ഇങ്ങനെ വിദൂരതയിലേക്ക് കാഴ്ച നോക്കി ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് കണ്ടല്ലെന്ന് പറഞ്ഞ് ഇരിക്കലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ശ്രീനെ ഫോൺ വിളിച്ചു.
എനിക്ക് ഫോണില്ല, എന്റെ വീട്ടിലെ പ്രശ്നമില്ലായിട്ട് ഫോണെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ആടിയില്ല ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഫോൺ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഹലോ നീ ആയിട്ടുള്ളത് ഇങ്ങോട്ട് വാ. അപ്പൊ അവൻ പെട്ടെന്ന് നീ എന്തടി ഇടാന്നുള്ള രീതിയിൽ അവൻ ആ വീട്ടിൽ നിന്ന് പുട്ട് തിന്നുന്നതിന് പോലും കൈസ്. അവന്റെ അമ്മയാണ് പിന്നെ പറഞ്ഞത് അവൻ പുട്ട് തിന്നുമ്പോഴാണ് നിന്റെ കോള് വരുന്നത്. അങ്ങനെ ശ്രീ ഞാൻ വിളിച്ചപ്പോ തന്നെ എന്തായാലും കുറെ കൊല്ലം പ്രേമിച്ചവരാണല്ലോ, എന്തെല്ലാം അടിയാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചവൻ വരാണ്ടിരിക്കില്ല. അങ്ങനെ അവൻ വന്നിട്ട് അവനെ കണ്ടപ്പാടന്നെ എനക്കാണ് ആകപ്പാട് വെറ. ആടെ ഒറ്റക്കല്ലേ ഞാനുള്ളത്, എന്നെ എല്ലാവരും നോക്കുന്നുണ്ടാവോ ചുറ്റും. കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു കള്ളത്തരം ഉണ്ടാവില്ലേ ഗൈസ്, അതാണ് എനിക്ക് ഉണ്ടായത്. ഞാൻ ആടെ ആകെ പേടിച്ച് വിറച്ച്. അപ്പൊ ശ്രീ വന്ന് എന്നിട്ട് ഞാൻ ശ്രീനെ കണ്ടപ്പോഴേ കരഞ്ഞ്. എന്നിട്ട് ഞാൻ ശ്രീനോട് സംഭവം പറഞ്ഞു, ഞാനിങ്ങനെ വന്ന് എനിക്ക് എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ. അപ്പൊ അവൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, എന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ ബൈക്കിൽ എണ്ണയും കൂട്ടി പോയി. അങ്ങനെ നമ്മൾ എവിടെയല്ലോ ബൈക്കിൽ ഓരോ വഴിയിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ടോടി നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മണി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ്. 2 മണിയായിട്ടും ഞാൻ വീട്ടിലെത്തിയില്ല. സ്വാഭാവികമായിട്ടും ഫാമിലി ആരെ വിളിക്കും, ഫ്രണ്ട്സിനെ. അങ്ങനെ അവരെ വിളിച്ച് കൈസ്. അങ്ങനെ അവർക്കും അറിയില്ല ഞാൻ എവിടെയാ പോയെന്ന്, ആർക്കും അറിയില്ല. എനിക്കും ശ്രീക്കും മാത്രമേ അറിയൂ, പിന്നെ എന്റെ ആ ഒരു ഫ്രണ്ടിനും, വേറെ ആർക്കും അറിയില്ല. എന്റെ ഫ്രണ്ട്സിന് അപ്പം തന്നെ തോന്നിനി ഞാൻ ഇത് ശ്രീന്റെ ഒപ്പം പോയതായിരിക്കും. അങ്ങനെ അവര് വേഗം ശ്രീനെ വിളിച്ചു. അങ്ങനെ സംഭവം ഞാൻ അവന്റെ ഒപ്പം ഉണ്ട് എന്ന് അറിഞ്ഞ് പിന്നെ വീട്ടിലറിഞ്ഞു. പിന്നെ ആകെ പ്രശ്നമായി. പിന്നെ ഈ പാർട്ട് ഓഫ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതാണോ കൺവേ ചെയ്യാനുള്ള മെസ്സേജ് എന്ന്. അല്ല, ഫസ്റ്റ് തിങ് ഇത് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് ആണോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് ഒരു കാര്യം പറയുന്നുണ്ട്. ആളുടെ ഒരു ഒളിച്ചോടൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ വീഡിയോയിലുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ ആൾ പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കരുതും എന്തൊരു സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ഒളിച്ചോടി കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ഇവർക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് അതിൻ്റെ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു പേടീൻ്റെ ഒക്കെ സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ 2 വീട്ടുകാരും അക്സെപ്റ്റ് ചെയ്തു, നല്ല രീതിയിൽ ജീവിതം പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബറൊക്കെ ഉള്ള ഒരു യൂട്യൂബറാണ് ഇവർ. അപ്പം അവർ ഈ ഒരു ഇമോഷനിലേ പറയും. പക്ഷേ ഇവരിവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, പ്രായത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം തെറ്റാണ് എന്ന രീതിയിൽ കൺവേ ചെയ്യുന്ന രീതിയിലാണ് അടുത്ത വീഡിയോ വരുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. എന്നിട്ട് അമ്പലത്തിലേക്ക് പോയി, അമ്പലത്തിലെത്തി താലികെട്ടെല്ലാം കഴിഞ്ഞ് അപ്പാണ് എനിക്ക് കുറച്ച് ടെൻഷൻ വരാൻ തുടങ്ങിയത്. കാരണം ചുറ്റും ശ്രീന്റെ ഫ്രണ്ട്സ്, എന്റെ ആരുമില്ല, എന്റെ അമ്മയില്ല. അമ്മന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കല്യാണം കാണണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് കല്യാണം അങ്ങനെ ഒളിച്ചോടി പോയി കഴിച്ചതല്ല. ഞാനും ശരി ഒട്ടും ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിനോട് ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരുന്നു. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഞാൻ പോയി കഴിച്ചു. അങ്ങനെ താലി കെട്ടിയ ആ ഒരു മൊമെന്റിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ കല്യാണമാണ്, എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരാളെ എന്നെ കല്യാണം കഴിച്ച് അതെല്ലാം ഓക്കെ. പക്ഷെ എനിക്ക് എന്തെല്ലോ ടെൻഷനാണ് ഉണ്ടായത്. സിന്ദൂരെല്ലാം വെച്ച് തരുമ്പോൾ ഞാനിങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു കല്യാണം അല്ല, നമ്മൾ അങ്ങനെയല്ലല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എനിക്ക്. അങ്ങനെ നമ്മളൊരു താലി കെട്ടുമ്പോൾ താലി കെട്ടുന്ന ഒരു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെല്ലോ ലോകത്താണ് ഉണ്ടായത്. താലി കെട്ടി സിന്ദൂരം വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ അപ്പുറം സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ ആ ഒരു പുതുമോടിയിലൊന്നും അല്ലേനും ഉണ്ടായത്. കാരണം എനിക്ക് എന്റെ ഫാമിലി ഇല്ലാത്തതിന്റെ ഞാൻ രാത്രിയിൽ ഇരുന്ന് കരയും. അമ്മനെ വിളിക്കണോ, എനിക്ക് എന്റെ അമ്മ വേണം. അപ്പൊ നീ എന്തിനടി വന്നേന്ന് ശ്രീനോട് ചോദിക്കും. പക്ഷെ എങ്കിൽ അതല്ല, എനിക്ക് ശ്രീനിയും വേണം, എന്റെ വീട്ടുകാരെയും വേണം, രണ്ടും വേണം. പക്ഷെ രണ്ടും ഒന്നിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ശ്രീനെ മാത്രമാണ് കിട്ടിയത്. വീട്ടുകാരപ്പം എൻ്റെ അടുത്ത് മിണ്ടലുണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ ഒളിച്ചോണ്ടലിന് ഒരു രീതിയിലും 1% പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തീരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തത്. അതൊരു നല്ല പരിപാടിയായിട്ട് തോന്നുന്നില്ല. നമുക്ക് ലൈഫിൽ ഒരു ടൈം ഉണ്ടാകുന്ന കാര്യമല്ലേ ഈ കല്യാണം എന്ന് പറയുന്നത്. അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്കൊരു ഡ്രീമല്ലേ ഉണ്ടാവാൻ. എനിക്ക് എൻ്റെ കല്യാണത്തിനെ കുറിച്ച് കുറേ ഡ്രീം ഉണ്ടായിരുന്നു, ശ്രീക്കും കുറേ ഡ്രീം ഉണ്ടായിരുന്നു. അതൊന്നും നടക്കാണ്ട് നമ്മളിങ്ങനെ നമ്മളെ ഫാമിലി ഇല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരില്ല, ആരുമില്ല, ഫ്രണ്ട്സ് ഉണ്ട്, അല്ലാണ്ട് ആരും ഇല്ലാണ്ട് ഇങ്ങനെ നടന്ന ഒരു കല്യാണം അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. വീട്ടുകാരിൽ ഉണ്ടായിട്ട് നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുന്നതിന്റെ ഒരു രസം ഒളിച്ചോടലിൽ എന്തായാലും ഇല്ല. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടൈം ട്രാവലറിൽ ബാക്കോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടുകാരെ ഒന്നും കൂടി പറഞ്ഞ് സമീപിച്ചിട്ട് നല്ല രീതിയിലൊരു കല്യാണം കഴിക്കുകയും ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടായിരുന്നു. കല്യാണം വേണ്ടായിരുന്നല്ല, അങ്ങനെ വേണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരൊറ്റ പീസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം കുറേ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അല്ല ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഞാൻ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഒളിച്ചോട്ടം എന്ന് പറഞ്ഞാൽ കാരണം ഒരു 10-18 വയസ്സ് എത്രയോ കപ്പിൾസ് ഇപ്പം തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായി നിൽക്കുന്ന ഒരുപാട് കപ്പിൾസ്, എന്തോ സൈക്കോ എന്ന് പറഞ്ഞൊരു സൈക്കോ കപ്പിളോ, പിന്നെ ഒരു അമൽ വിഷ്ണുവോ, പിന്നെ അങ്ങനെ ഒരുപാട് കപ്പിൾസ് അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, ഈ കുറച്ച് മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വേണം. കാരണം ഈ കുട്ടികളായി നിൽക്കുന്നതിൽ നിന്ന് കല്യാണത്തിലോട്ടുള്ളൊരു ഫേസ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. കല്യാണത്തിൻ്റെ ഫേസ് കഴിഞ്ഞാൽ അമ്മയിലോട്ടുള്ളൊരു ഫേസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ്. ഇങ്ങനെ ഒരു ചെയിൻ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഫേസിലൊക്കെ നല്ല രീതിയിൽ ആ ഫേസിൽ ഒരു ഭാര്യയായി ജീവിക്കണമെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂരിറ്റി വേണം. ഞാൻ ഇപ്പോൾ സത്യമായി പറയുകയാണ്, എന്നെ ഒരു ഡിഗ്രി വയസ്സിൽ എന്നെ ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടിരുന്നെങ്കിൽ ഞാൻ കാണിക്കുന്ന മെച്യൂരിറ്റി അല്ല ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ഞാൻ കാണിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ അന്ന് കുട്ടികളായി നിൽക്കുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ നമുക്ക് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ വീട്ടുകാരെ നോക്കണം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പം അതിനൊക്കെ അതിൻ്റെതായ ഒരു പ്രായമുണ്ട്. എന്തായാലും നിങ്ങൾ റിലേഷൻഷിപ്പ് വെക്കേണ്ട, നിങ്ങൾ ഒരുത്തനെ സ്നേഹിക്കേണ്ട, സ്നേഹിക്കുന്നവനെ ചതിക്കണം എന്നൊരു അഭിപ്രായമൊന്നുമില്ല. നിങ്ങൾ വീട്ടുകാരുമായി സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ വീട്ടുകാരെ പോലെ പ്രണയം എന്ന് പറയുമ്പോൾ തന്നെ ചൂലെടുക്കുക, ഇറക്കി ഓടിക്കുക, വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക, ഈ സിസ്റ്റമൊക്കെ വളരെ കുറവാണ്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ മാത്രമാണ് ഈ ഒളിച്ചോടം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒളിച്ചോടം നിങ്ങൾ ഈ കാണുന്ന പോലെ ഭയങ്കര സെറ്റപ്പ് പരിപാടിയൊന്നുമില്ല. ഈ ഒളിച്ചോടുന്ന നിങ്ങൾക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും കൊല്ലം നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന അവർ ആരുടെയൊക്കെ മുമ്പിലാണ് നാണം കെടുന്നത്? എത്രയൊക്കെ ആൾക്കാരുടെ ചോദ്യം വരും. അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന എത്ര നാട്ടുകാരും അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഇഷ്ടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുറത്ത് കല്യാണം, ഇനി അത് അറേഞ്ച് ആണെങ്കിലും ലവ് ആണെങ്കിലും ഇതൊരു ഡിഫറെൻറ്റ് ഫേസാണ്. നമ്മളിങ്ങനെ മാറിക്കൊടുക്കും. കല്യാണം കഴിക്കുന്ന ഇനീഷ്യൽ ഫേസ് അല്ല, ഒരു 6 months, അത് കഴിയുമ്പോഴല്ല 1 year 2 year, അതല്ല. കല്യാണം കഴിച്ച് കുട്ടികളായാൽ അതല്ല, കുട്ടികൾ വലുതായാൽ അതല്ല. ലൈക്ക് ഇതൊരു ചേഞ്ചസ് ആണ്. ഇവിടെ നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് കുറേ റിയലൈസേഷൻ ഉണ്ടാവും. വേണ്ടായിരുന്നു, തെറ്റായിപ്പോയി, ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു. എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര പെട്ടെന്നൊന്നും വേണ്ടായിരുന്നു, ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത്? എത്രയൊക്കെ ആണെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഇല്ലാണ്ട് സിംഗിളായി നിൽക്കുമ്പോഴുള്ള ലൈഫിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ആരോടും മിണ്ടാം, ആരോട് സംസാരിക്കാം, ആരോട് ചാറ്റ് ചെയ്യാം, എവിടെ വേണേലും പോകാം, വീട്ടിൽ പ്രശ്നങ്ങളില്ല, വീട്ടുകാർ ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇതൊരു വേറെ ലെവൽ തന്നെയാണ്. പിന്നെ കല്യാണം എന്ന് വെച്ചാൽ ആൺകുട്ടികളെ സംബന്ധിച്ച് എന്താ അറിയില്ല, ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്കറിയാം നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ, ഒരുപാട് ആഗ്രഹം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷ, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഗോൾ, എല്ലാത്തിനെ കുറിച്ചും നമുക്ക് ഉണ്ടാവും. ആ ഒരു സാധനം ഒരു ഇതിൽ തീർക്കുന്നതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞ കാര്യം, എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് ബാക്കോട്ട് പോകാൻ പറ്റുമെങ്കിൽ എൻ്റെ കല്യാണം ഞാൻ വേറെ രീതിയിൽ ചെയ്തേനെ എന്ന രീതിയിൽ. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു പോയിന്റിൽ ഒരു സെക്കൻഡിൽ തോന്നി എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഈ ഒളിച്ചോട്ടം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, അവനെ കാണാൻ പോയി, വീട്ടുകാരറിഞ്ഞു, ഇനി വീട്ടിൽ പോയാൽ ചീത്തയും തല്ലും കേൾക്കും എന്ന് കരുതി പോയ ആൾ. അതുപോലെ വേറെയും ഏതോ 1, 2, 3, 4 കപ്പിൾസിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. വീട്ടിൽ പിടിച്ചു, സീനായി, അടി കിട്ടാൻ വയ്യ, അതുകൊണ്ട് പോയി, എക്സാം എഴുതാൻ മടിയായി, അതുകൊണ്ട് ഒളിച്ചോടി. ഇതൊന്നും അല്ല കാര്യം. ലൈഫ് ഫ്രണ്ടോട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫാക്ടറിനെ പോലെ നമുക്ക് വേണ്ട ഒരു ഫാക്ടറാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും ഒളിച്ചോടി യൂട്യൂബ് തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വീട്ടിലേക്ക് കിട്ടും. പക്ഷേ പിന്നെ അതിന് ഒരു ഇതുണ്ട്. നാളെയോ മറ്റന്നാൾ യൂട്യൂബ് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയും എനിക്ക് ജോലിക്ക് പോകാനുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പഠിപ്പ്, വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ, അപ്പം വിദ്യാഭ്യാസത്തെ അല്ലാണ്ട് പല മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ എന്തൊക്കെ തൊഴിലുകളുടെ എന്തെങ്കിലും ഒരു തൊഴിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ പിള്ളേർ ചെറിയ പ്രായത്തിൽ ഇറങ്ങി വന്ന് പണിയും ചെയ്യാണ്ട് ക്യാമറയും പിടിച്ച് നടക്കാണ്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനും ജോലിയിലോട്ട് എത്താനും ശ്രമിക്കുക. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ ടോപ്പിക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ എത്രയോ 3-4 ഇങ്ങനത്തെ കുറേ വൈറലായ കപ്പിൾസിൻ്റെ ഇൻ്റർവ്യൂസും അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇത്രത്തോളം ഇമ്മെച്യൂർ ആണല്ലോ മക്കൾ, ഈ മക്കളാണല്ലോ കല്യാണം കഴിച്ചതെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചാൽ പണിക്ക് പോകും, എനിക്ക് പണിക്ക് പോകാൻ ഇഷ്ടമല്ല, വീട്ടിൽ പണിയെടുക്കുക, എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല, എൻ്റെ ഏട്ടൻ എടുക്കും പണി എന്നൊക്കെ പറഞ്ഞ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ അങ്ങനെ തോന്നുമെങ്കിൽ ഞാൻ പറയേയില്ല. എനിക്ക് പേഴ്സണലി ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഞാൻ കരുതുന്നത് എന്താ പറയുക, അവർ ഫ്രണ്ടോട്ട് ജീവിച്ച് അനുഭവിച്ച് അതിൽ സത്യം അവർ മനസ്സിലാക്കണം എന്നുള്ളൊരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുള്ളൂ. ഇപ്പോൾ ഇവരെ നോക്ക്, കല്യാണം കഴിച്ചു, മോളൊക്കെ ആയിട്ട്, മോളൊരു മോനായിട്ട് നന്നായി ജീവിക്കുക. എന്നാലും ഇപ്പോഴും ഒരു പറയുകയാണ്, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നൊരു സാധനമല്ല ഒളിച്ചോട്ടം. അതിന് ചെക്കൻ കൊള്ളൂലായിട്ടല്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ പോകുന്നു, എൻ്റെ പഠിപ്പ്, എൻ്റെ വീട്ടുകാർ അവരെ സങ്കടപ്പെടുത്തിയത്, അല്ലെ നല്ല രീതിയിൽ നടത്തേണ്ട ഒരു പരിപാടി ഇങ്ങനെ പെട്ടെന്ന് നടത്തേണ്ടി വന്നു. പിന്നെ നിങ്ങൾ കാണുന്നില്ലല്ലോ, കല്യാണം കഴിഞ്ഞാൽ വേറെ ലോകം തന്നെയാണ്. നമ്മളമ്മ, നമ്മളുടെ അച്ഛൻ, നമ്മുടെ വീട്ടുകാരൊന്നും നമ്മളുടെ ചുറ്റുമില്ല, വേറെ ഏതൊക്കെയോ ആൾക്കാർ. അവിടെ ആകെയുള്ളൊരു ആശ്വാസം എന്താ അറിയോ, ഇന്ന് വൈകുന്നേരം റിസപ്ഷൻ അച്ഛനും അമ്മയും വരും, അല്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് അവരെ വീട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. അത് പോകാൻ പറ്റാണ്ട് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ ആലോചിക്കുക. ഈ വീഡിയോ കാണുന്ന മക്കൾസ് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക ഈ തീരുമാനത്തെക്കുറിച്ച്, നല്ലതാണോ ശരിയാണോ എന്ന്. ജീവിതം ഫ്രണ്ടോട്ട് പോയി ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുക.
ഇതിൻ്റെ ഒരു റെയർ കേസസും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സാധനം എനിക്ക് എന്തോ സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് ഒളിച്ചോട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് അടിക്കും. താങ്ക്